ശ്രീ റെജി ലൂക്കോസ് അങ്ങയിലേക്കാണ്. അങ്ങ് തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പെട്ടെന്നൊരു ചോദ്യം. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ജനറൽ സെക്രട്ടറിയാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. അങ്ങേക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് പറയുകയല്ല. അദ്ദേഹം താൻ ജീവിക്കുന്നത്, താൻ പ്രവർത്തിക്കുന്നത് ഈഴവരുടെ ഉന്നമനത്തിന് വേണ്ടിയാണെന്ന് തുറന്ന് പരസ്യമായി പകൽ വെളിച്ചത്തിൽ ആൾക്കാരുടെ മുന്നിൽ പറഞ്ഞിട്ടുള്ള ആളാണ്. 3, ഈഴവർ നേരിടുന്ന വിവേചനം അല്ലെങ്കിൽ അനീതിയെക്കുറിച്ച് നിരന്തരം പറയുന്ന ഒരാളാണ്. 4, അദ്ദേഹം പിണറായി വിജയൻ്റെ സുഹൃത്താണ്. എന്നിട്ടും, മുഖ്യമന്ത്രിയുടെ സുഹൃത്തായിരുന്നിട്ടും ഇടതു ഭരണം പോകുന്നത്, ഇടത് സർക്കാർ ഭരിക്കുന്നത് കാന്തപുരം പറയുന്നത് പോലെയാണെന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നു. ഈഴവരോട് നിങ്ങൾ സംഘടിക്കണം, രാഷ്ട്രീയ ശക്തിയാവണം, അല്ലെങ്കിൽ ഇല്ലാതായി പോകും എന്ന് അദ്ദേഹം ഉപദേശിക്കുന്നു നേതൃസംഗമത്തിൽ SNDP യോഗത്തിൻ്റെ. അതിന് അദ്ദേഹത്തെ കടിച്ചു കീറുകയാണെന്ന്. മറ്റൊന്ന്, ഇനി സർക്കാർ നടപടിയെടുക്കണം എന്നാണ് ശ്രീ VD സതീശൻ പറഞ്ഞിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് പിന്നാലെ വരാം. ശ്രീ റെജി ലൂക്കോസ്, ഇവിടെ സമീപ കാലത്തൊന്നും സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവനോട് ഇത്രയ്ക്ക് നിന്ന കാണിച്ച ഒരു സമുദായ നേതാവോ ഒരു വ്യക്തിയോ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. എന്താണ് ശ്രീനാരായണ ഗുരുദേവൻ ഈ കേരളീയ സമൂഹത്തിന് പകർന്നു നൽകിയ, ലോകത്തിന് പകർന്നു നൽകിയ സന്ദേശങ്ങൾ? ജാതി ചോദിക്കരുത്, പറയരുത്. ഒരു ജാതി ഒരു മതം, മനുഷ്യന് മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി. ഇതെല്ലാം പറഞ്ഞ് നവോത്ഥാന കാലത്തിന്റെ നവോത്ഥാന നായകരിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ശ്രീനാരായണ ഗുരുദേവൻ പഠിപ്പിച്ചതെന്നാണോ? അതിനെതിരെ ഇന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ബാധ്യതയെ മാറിയിരിക്കുകയാണ് SNDP യോഗത്തിന്റെ പ്രസിഡന്റ് പദത്തിലിരിക്കുന്ന ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ എന്നതാണ് ഇതിനുള്ള ആദ്യത്തെ മറുപടി. രണ്ടാമത്, വെള്ളാപ്പള്ളി നടേശൻ കോട്ടയത്ത് വെച്ച് നടത്തിയ അങ്ങേയറ്റം വിഷലിപ്തമായ പരിഷ്കൃത കേരളീയ സമൂഹത്തിന് അപമാനമായ പ്രസംഗങ്ങൾ തുടർച്ചയായി നടത്തുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നടത്തിയ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ 2-3 വാക്യങ്ങൾ വാസ്തവത്തിൽ ഇന്ത്യൻ ഭരണഘടനയോടുള്ള വെല്ലുവിളിയും കേരളത്തിന്റെ അദ്ദേഹത്തിന്റെ തന്നെ താൻ ആരുടെ അനുയായിയാണെന്ന് അവകാശപ്പെടുന്ന ആ ഗുരുദേവനെതിരെയുള്ള കടുത്ത ഒരു അനീതിയുമാണ്. അതിൽ അദ്ദേഹം പറയുന്നു, ആദരണീയനായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറയുന്നത് കേട്ടാണ് ഇപ്പോൾ ഇവിടെ ഭരണം നടക്കുന്നത്. അതുപോലെ തന്നെ സൂംബ ഡാൻസിന് മുമ്പിൽ മുട്ടുമുടക്കി, സ്കൂൾ ടൈം മാറ്റുന്നതിന് മുമ്പിൽ മുട്ടുമുടക്കി എന്നൊക്കെ അദ്ദേഹം പറയുന്നത്. എനിക്ക് തോന്നുന്നത് വെള്ളാപ്പള്ളിയെ പോലെ ഒരു ബഷജന്തു പറയുന്ന പോലെ ഇവിടെ പ്രദീപ് പറയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം സൂംബ ഡാൻസിന് മുമ്പിൽ ഈ ഇടതുപക്ഷ സർക്കാർ മുട്ടുമുടക്കിയിട്ടില്ല. അത് തന്നെയുമല്ല, ബഹുമാനപ്പെട്ട മന്ത്രി V ശിവൻകുട്ടി ഇതൊരു കാരണവശാലും അംഗീകരിക്കാമെന്ന് പറഞ്ഞു. അതിനെതിരെ വന്നത് മുസ്ലിം സമുദായം ഒന്നായൊന്നും വന്നില്ല. വിസ്റ്റം എന്ന് പറയുന്ന ഒരു ചെറുകിട ഓർഗനൈസേഷന്റെ സംസ്ഥാന ഭാരവാഹിയാണ് ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ച്, പിന്നെ വേറെ 1-2 പേര് പറഞ്ഞു. പക്ഷേ കേരളത്തിലെ പൊതുസമൂഹം ഒറ്റക്കെട്ടായിട്ട് ആ എതിർപ്പിനെ അവഗണിച്ചു, അത് ചെറുത്തു തോൽപ്പിച്ചു. ഇന്ന് സൂംബ ഡാൻസ് കേരളത്തിലെ സ്കൂളുകളിൽ കുട്ടികളുടെ ആരോഗ്യ മാനസിക വളർച്ചയ്ക്കായിട്ട് അത് നടന്നുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തതാണ് ഏറ്റവും ഭയങ്കരമായ എന്താ പറയുക, അതിശയപരമായ ഒരു പ്രസ്താവന നടത്തിയത്. ഇതുപോലെ തന്നെ സമസ്തയുടെയും മുസ്ലിം ലീഗിന്റെയും പിന്നെ നമ്മുടെ AP അബൂബക്കർ മുസ്ലിയാരുടെയും സമ്മർദ്ദം കൊണ്ട് സ്കൂളുകളുടെ ടൈം മാറ്റം പിൻവലിച്ചു എന്ന് പറഞ്ഞത്. എവിടാ പിൻവലിച്ചത്? ഇന്നലെയും V ശിവൻകുട്ടി പറഞ്ഞു വരട്ടണ്ട, ഒരു കാരണവശാലും ഇത് പിൻവലിക്കുകയല്ലെന്ന് പറഞ്ഞു. തന്നെയുമല്ല, ജനാധിപത്യത്തിൽ ചർച്ചകളായി സ്വാഭാവികമാണ്. ആർക്കും അവരുടെ അഭിപ്രായം പറയാം, അവരെ ചർച്ചയ്ക്ക് വിളിക്കാൻ പറ്റും. ചർച്ചയ്ക്ക് വിളിച്ചു, പക്ഷെ അത് സമയം മാറ്റം പിൻവലിക്കാനുണ്ടല്ലോ, അവരെ ബോധ്യപ്പെടുത്താനായിട്ട് മാത്രമാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ വെള്ളാപ്പള്ളി ഇതുപോലൊരു പച്ച നുണ പറഞ്ഞ് വിവേകശാലികളായ ശ്രീനാരായണയുടെ മുമ്പിൽ ഇതുപോലെ നാടകം കളിച്ചത്? ഇനി മറ്റൊരു കാര്യം, എടക്കര എന്ന് പറയുന്ന നിലമ്പൂർ സമീപത്ത് ഉള്ള പ്രദേശം, അവിടെ നടന്ന ഒരു SNDP യോഗത്തിന്റെ മീറ്റിംഗിൽ അദ്ദേഹം വിളിച്ചു പറഞ്ഞതാണ് കേരളീയ പൊതുസമൂഹത്തിനെ ഭിന്നിപ്പിക്കാനും വർഗീയ വിഷം കുത്തിവെക്കാനായിട്ടും ഈ മനുഷ്യൻ ശ്രമിച്ചതിന്റെ ഏറ്റവും ഒടുവിലത്തെ തൊട്ടു മുമ്പുള്ള ഉദാഹരണം. അദ്ദേഹം പറഞ്ഞു, മലപ്പുറത്ത് ഈഴവ സമൂഹത്തിന് ജീവിക്കാൻ നിവൃത്തിയില്ല, അതൊരു പ്രത്യേക രാജ്യമാണ്, മുസ്ലിംസിന്റെ അണ്ടറിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ മുഴുവൻ പറയാൻ എനിക്ക് നാണക്കേടാ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ ബഹുമാനപ്പെട്ട പ്രദീപ്, അങ്ങേക്ക് അനുഭവിക്കാൻ പറ്റുമോ വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ഒരു പിന്നെ എന്താ പറയുക? റെജി ലൂക്കോസ്, 2 കാര്യങ്ങൾ. ഒന്ന്, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഈ ചർച്ചയിലില്ല. 2, SNDP പ്രതിനിധിയും ഇല്ല. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിനെ അങ്ങ് വിമർശിച്ചോളൂ, പക്ഷേ ഇനി വ്യക്തിപരമായ പരാമർശം, വിഷജന്തു തുടങ്ങിയ പരാമർശങ്ങൾ വേണ്ട, സമൂഹത്തിന് വിപത്ത് തുടങ്ങിയ പരാമർശങ്ങൾ വേണ്ട.